ഹായ് ഫ്രണ്ട്സ്, ഇന്നെനിക്ക് പറയാനുള്ളത് ഇതുപോലുള്ള മോണോ ബ്ലോക്ക് ആംപ്ലിഫയറിനെ കുറിച്ചാണ്. അപ്പോൾ ഇതൊരു മോക്കോയുടെ മോണോ ബ്ലോക്ക് ആംപ്ലിഫയറാണ്. ഇതുപോലെ തന്നെ അടുത്തൊരെണ്ണം കൂടിയുണ്ട്. ഇത് സഡ്കോ എന്ന് പറയുന്ന കമ്പനിയുടെ മോണോ ബ്ലോക്ക് ആംപ്ലിഫയറാണ്. ഈ വക ആംപ്ലിഫയറുകളിലൊന്നും ഫ്യൂസ് ഉപയോഗിക്കുന്നില്ല. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ഇത് ഇൻസ്റ്റാൾ ചെയ്യുന്ന ഇൻസ്റ്റാളർമാർക്ക് ഉള്ള അറിവിന് വേണ്ടിയിട്ട് പറയാണ്. ഇതിൽ ഫ്യൂസ് ഉപയോഗിക്കാത്തതുകൊണ്ട് തന്നെ ഈ ആംപ്ലിഫയർ നിന്ന് കത്തിയിട്ടുണ്ട്. ഒരു ടൂറിസ്റ്റ് ബസ്സിൽ ഉണ്ടായിരുന്ന ഒരു ആമ്പാണ്. ഈ ആമ്പെന്ന് പറയുന്ന മോണോ ബ്ലോക്ക് ആമ്പ് ഉപയോഗിക്കണമെന്ന് നിങ്ങൾക്കറിയാം. D4 പോലുള്ള ചാമ്പ്യൻ സീരീസിലുള്ള സബ്വൂഫർ ഡ്രൈവ് ചെയ്യിക്കാൻ വേണ്ടിയാണ് ഈ ആമ്പ് ഉപയോഗിക്കുന്നത്. ഇനി ഒരു സോണിയുടെ ഒരു ആമ്പൂടെ കാണിച്ചുതരാം. ഇതൊരു എക്സ്പ്ലോഡിൻ്റെ ആംപ്ലിഫയറാണ്. ഇതിനകത്തെന്ന് പറയുമ്പം 2 ഫ്യൂസ് കമ്പനി കൊടുക്കുന്നുണ്ട്. കാണാമെന്ന് വിചാരിക്കുന്നു. 2 ഫ്യൂസ് കമ്പനി കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ വയറിങ്ങിന് എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഈ ഫ്യൂസ് മാത്രമേ പോകൂ. അപ്പോഴത്തേക്ക് നിങ്ങളുടെ വയറിങ്ങും സേഫ് ആവും, ഈ ആമ്പും സേഫ് ആവും. പക്ഷേ ഇതുപോലുള്ള മോണോ ബ്ലോക്ക് ആമ്പ് ഉപയോഗിക്കുമ്പോഴത്തേക്ക് അതിനകത്ത് ഫ്യൂസ് ഉപയോഗിക്കുന്നില്ല. അപ്പോൾ വയറിങ് ചെയ്യുന്നവർ സാധാരണ വെളിയിൽ ഫ്യൂസ് കാണാത്തതുകൊണ്ട് അവർ വിചാരിക്കും ഇതിനകത്ത് ഇൻബിൽഡായിട്ട് ഫ്യൂസ് ഉണ്ടാവും. അപ്പം ഇവർ ചെയ്യണ വയറിങ്ങിൽ എന്തെങ്കിലും പ്രശ്നം വരികയോ ആംപ്ലിഫയർ കംപ്ലൈൻറ്റ് വരികയോ ചെയ്ത് കഴിഞ്ഞാൽ ഈ ആമ്പിനകത്തുള്ള ഫ്യൂസ് പോവും എന്ന് വിചാരിക്കും. പക്ഷേ അങ്ങനെയല്ല സംഭവം. ഈ ആമ്പിനകത്ത് ഫ്യൂസ് ഇല്ല. ഫ്യൂസ് ഇല്ലാത്ത കാരണം തന്നെ ഈ ആമ്പ് കത്തിയപ്പോഴത്തേക്ക് ഇതിലുള്ള 24 മോസ്ഫെറ്റാണ് കത്തിയിട്ടുള്ളത്. കണ്ടാൽ നിങ്ങൾക്കറിയാം. ഓരോന്നും കത്തിപ്പോയിക്കണ കണ്ടാൽ അറിയാം. ഇങ്ങനെയാണ് കത്തിപ്പോയിക്കുന്നത്. അപ്പോൾ ഈ ആമ്പിനകത്തോട്ട് നോക്കിയാലും അറിയാം, പ്രിൻ്റ് അടക്കം മൊത്തം കത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഫ്യൂസ് ഇല്ലാത്ത കാരണം തന്നെ ഇത് ഷോർട്ടാവും. ഇത് കൊടുക്കുന്ന വയറിങ് 24ഉം 12ഉമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. 24 ആകുമ്പോൾ ഈ ആമ്പിനെ കൺവെർട്ട് ചെയ്ത് 24 ആക്കും. അപ്പോൾ ഈ ആമ്പ് കൺവെർട്ട് ചെയ്ത് 24 ആക്കി കൊടുത്താലും 12 ഡയറക്റ്റ് കൊടുത്താലും ഈ ആമ്പിനകത്ത് ഫ്യൂസ് ഇല്ലാത്തതുകൊണ്ട് ഈ ആമ്പിനകത്ത് എന്തെങ്കിലും കംപ്ലൈൻറ്റ് ഫാൾട്ട് വന്നു കഴിഞ്ഞാൽ ഈ ഇത്രയും മോസ്ഫെറ്റ് കത്തും. മോസ്ഫെറ്റ് കത്തുന്നതോടൊപ്പം ഫ്യൂസ് ഇല്ലാത്ത കാരണം ഈ ആമ്പ് കത്തും. ഈ ആമ്പ് കത്തി അതിൽ നിൽക്കാതെ വരുമ്പം വയറിങ് ഫുള്ള് കത്തും. ഇതിപ്പം എൻ്റെ ഒരു അനിയൻ്റെ വാഹനത്തിലെ ആമ്പാണ് ഈ കത്തിയിരിക്കുന്നത്. അതിലെ ഡ്രൈവർ കണ്ടതുകൊണ്ട് അതിൽ വയറിങ് ഒന്നും കത്തിയില്ല. സ്മോക്ക് ഇല്ലാത്തത് കാരണം ഈ സ്മോക്ക് വന്നപ്പോഴത്തേക്ക് അവർ ഈ സ്മെല്ലും കൂടെ അടിച്ചപ്പം ആമ്പാണ് കത്തണമെന്ന് മനസ്സിലായി, അത് ഓഫ് ചെയ്തു. മറ്റ് ടൂറിസ്റ്റ് ബസ്സുകളിൽ സ്മോക്കർ ഉപയോഗിക്കും. പിന്നെ ഈ ആമ്പുകളെല്ലാം അവർ ക്യാബിനകത്താണ് ബിൽഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പം ഈ ക്യാബിനകത്തിരിക്കുന്നതുകൊണ്ട് തന്നെ ഈ സാധനം കത്തി കഴിയുമ്പോഴത്തേക്ക് അവർക്ക് അറിയാൻ പറ്റില്ല, ഈ വണ്ടി അടക്കം കത്തും. അങ്ങനെയാണ് മിക്കവാറുമുള്ള ഈ അപകടങ്ങൾ ഉണ്ടാവുന്നത്. അപ്പോൾ സേഫായിട്ടിരിക്കാൻ നിങ്ങൾ വയറിങ് ചെയ്യുന്നവർ ഉറപ്പായും ആ മെയിൻസ് വയറിൽ ഒരു ഫ്യൂസ് ഇടണം. ഫ്യൂസ് ഇട്ട് തന്നെ ഈ ആമ്പ് ഇൻസ്റ്റാൾ ചെയ്യണം. ഇല്ലെന്നുണ്ടെങ്കിൽ ഇതുപോലെ അപകടങ്ങൾ ഇനിയും ഉണ്ടാവും. അപ്പോൾ എൻ്റെ സുഹൃത്തുക്കളെ, എല്ലാവർക്കും ഞാൻ പറഞ്ഞത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. വിനോദയാത്രകൾ സുരക്ഷിതമായിരിക്കട്ടെ. സൈനിങ് ഓഫ്, സുധീഷ്.